താങ്കൾ എന്തടിസ്ഥാനത്തിൽ 22 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നത്? ഒരു ഹെൽത്ത് സർവീസ് ചെയ്യുന്ന 22 വർഷം എക്സ്പീരിയൻസ് ഉള്ള താങ്കൾക്ക് ചേർന്ന പരിപാടിയാണോ ഇത്? അപ്പോൾ താങ്കൾ സമൂഹത്തിന് കൊടുക്കുന്ന വിഷൻ എന്താണ്? താങ്കൾ അമ്മമാർക്ക് കൊടുക്കുന്ന, സ്ത്രീകൾക്ക് കൊടുക്കുന്ന വിഷൻ എന്താ? ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ ഡെപ്ത് പോലും താങ്കൾക്ക് ചിന്തിക്കാനുള്ള മനസ്സില്ല. താങ്കൾ എല്ലാം കഴിഞ്ഞ് ബെൽറ്റ് കൊടുത്തുകൊണ്ട് വന്നിരിക്കുക. എന്ത് ബെൽറ്റ്? ആരോഗ്യം നശിപ്പിക്കുന്ന ആൾക്കാരാണോ ഈ സമൂഹത്തിലുള്ളത്, മലയാളി സമൂഹത്തിലുള്ളത്, കേരളത്തിലുള്ളത്? താങ്കൾ എബ്രോഡ് അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്ത ഇത് വെച്ചിട്ട് കമ്പാരിസൺ എല്ലാം നടത്തേണ്ടത്. ഇവിടുത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കുക. ഞാൻ ഉറങ്ങാതെയൊക്കെ ഇരുന്നിട്ടാണോ എൻ്റെ കുഞ്ഞുങ്ങളെയും വെച്ചിട്ടൊക്കെയാണോ എൻ്റെ ക്ലാസ് എടുക്കുന്നത്? തനിക്ക് നാണമില്ല ഇങ്ങനെ പുച്ഛിക്കാനായിട്ട്? തനിക്ക് ഇച്ചിരിയെങ്കിലും നാണം ഉണ്ടോ? ഇത്തിരിയെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? 10 ദിവസത്തിൽ നിങ്ങളുടെ കുടവയർ കുറയും, നിങ്ങൾ ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടല്ലോ, മില്യൺസ് ഓഫ് വ്യൂസും കിട്ടും. പിന്നെ ഞാനാണ് ഓൺലൈൻ ഫിറ്റ്നസ് ട്രെയിനിങ്ങിലെ നമ്പർ 1 ലോകത്തിലെ ഫിറ്റ്നസ് ട്രെയിനർ. ഹെർണിയുടെ ജീവിതശൈലി രോഗമാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലേ? ഈ സർജറി വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരെന്താ തിരുമണ്ടന്മാരാണോ? എൻ്റെ എത്തിക്സിന് നിരക്കാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഒരറിവും ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുമില്ല. താൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നതെന്ന്, ഞാൻ ചെയ്യുന്നത് ഒരു സർവീസ് ആണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഹായ്, കഴിഞ്ഞ ദിവസം ഞാൻ അംബ്ലിക്കൽ ഹെർണിയെ കുറിച്ചിട്ട്, അതായത് പൊക്കിൾ ഹെർണിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ 2 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഇതുപോലെയുള്ള ഹെർണികൾക്ക് സർജറി ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. എന്നാൽ സർജറി ഏത് സമയത്താണ് അത്യാവശ്യമായി ചെയ്യേണ്ടത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അബ്ഡോമിനൽ സെപ്പറേഷൻ അഥവാ ഡയാസ്റ്റസിസ് റെക്ടെ ഉള്ളവർക്ക് സർജറി അല്ല ഹെൽപ്പ് ചെയ്യുന്നത്, അബ്ഡോമിനൽ സെപ്പറേഷന് വേണ്ടിയിട്ടുള്ള കൃത്യമായ വ്യായാമമാണ് ചെയ്യേണ്ടത്. അപ്പം ഹെർണി ഉള്ളവർ പെട്ടെന്ന് സർജറിയിലേക്കല്ല പോകേണ്ടത്, എപ്പോഴാണ് സർജറിക്ക് പോകേണ്ടത് എന്നെല്ലാം ഞാൻ ആ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പം ആ വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമൻറ്റ് വായിക്കാം, അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം ഈ കമൻറ്റ് എഴുതിയ വ്യക്തിയോടുള്ള എനിക്ക് പേഴ്സണൽ യാതൊരു വിരോധവും ഇല്ല. പക്ഷെ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഞാനിവിടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഒരു കാര്യം വളരെ വലിയ രീതിയിൽ ഇവിടേക്ക് കൊള്ളുകയും നല്ല മാനസികമായിട്ടൊരു വിഷമം എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പം അത് ക്ലിയർ ചെയ്യേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ കമൻറ്റ് നോക്കാം. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് എനിക്ക് 2-3 ദിവസങ്ങളെ ആവുന്നുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 10-ാം തീയതി ഫെബ്രുവരി സാറ്റർഡേ 2024 ഞാൻ ചെയ്യുന്നത്. ഇതിൽ വ്യക്തമാകുന്നില്ല, ഞാനത് ഇതിൻ്റെ മൊബൈലിൻ്റെ ഈ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പം തന്നെ എടുത്തേക്കാം. ഈ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഉച്ചയ്ക്ക് 2:20 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്ക് ക്ലാരിറ്റി അല്ലെങ്കിൽ നമുക്ക് എവിഡൻസ്, തെളിവുകളെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് മറുപടി കൊടുക്കാനുണ്ടാവില്ല. കൃത്യമായിട്ടും മറുപടി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ മറുപടി കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ കമൻറ്റ് വായിക്കാം. 5 മണിക്കൂർ മുമ്പ് ആ വ്യക്തി എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ വ്യക്തിയുടെ പേര് ഞാൻ ഈ വീഡിയോയിൽ വെക്കില്ല. നിങ്ങൾക്ക് ആ വീഡിയോയിൽ അടിയിൽ കയറി തീർച്ചയായിട്ടും ആ കമൻറ്റ് കാണാം. വീഡിയോ ആ സ്ക്രീൻഷോട്ട് എനിക്കിതിൽ വെക്കുന്നത് കൊണ്ടല്ല, കാരണം അവർ പബ്ലിക്കായിട്ടുള്ള വന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പബ്ലിക്കായിട്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അവരിത് ചെയ്തിരിക്കണം. അപ്പോൾ എനിക്കിതിൽ ഉൾപ്പെടുത്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആ വീഡിയോ പോയിട്ട് കാണും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം വേറൊരാൾ എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു. അതിന് കൊടുത്ത മറുപടിക്ക് അടിയിൽ വന്ന് ഏകദേശം അതിൽ തന്നെ 7 റിപ്ലൈയോളം വരുന്നുണ്ട്. അപ്പം ഇവർ പറഞ്ഞത്, ഇവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇവർ പറഞ്ഞ് ആ വീഡിയോ കാണാമല്ലോ. ഇവർ ആദ്യം പറഞ്ഞത്, ഞാൻ അതിന് കൊടുത്ത് ഒരാൾ എന്നോട് ചോദിച്ചത്, മാം എനിക്കും അംബ്ലിക്കൽ ഹെർണിയ 3 ആണ്, നെക്സ്റ്റ് പ്രഗ്നൻസി ട്രൈ ചെയ്യാനായി ഞാനൊരു സർജനെ കണ്ടു, ഡോക്ടർ ഇൻഷേപ്പ് യൂസ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടൊരു കമൻറ്റാണ്. അപ്പം ഞാൻ അതിൽ കൊടുത്ത മറുപടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡോക്ടേഴ്സ് ബെൽറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞത് ഹെർണിയയുടെ അവസ്ഥ വഷളാകാതിരിക്കാനാണ്. അപ്പം ഞാൻ അതിൽ തന്നെ പറയേണ്ടത് ബെൽറ്റ് ഒരു സപ്പോർട്ടീവാണ്, പക്ഷെ ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് നമുക്ക് ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കാര്യമില്ല. പക്ഷേ ഫുൾ ടൈം ബെൽറ്റ് കെട്ടുന്നത് നല്ലതല്ല. അതായത് ഹെർണി ഉണ്ടെന്ന് പറഞ്ഞ് 24 അവേഴ്സും ബെൽറ്റ് കെട്ടിക്കൊണ്ടു കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. ബെൽറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹെർണിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കുനിഞ്ഞു നിവർന്നുമുള്ള ജോലികൾ ചെയ്യുമ്പോഴോ തുമ്മൽ, ചുമ എന്നീ അവസ്ഥകളുള്ളപ്പോഴോ വെയിറ്റ് എടുക്കേണ്ട അവസ്ഥ വരുമ്പോഴോ മാത്രം ബെൽറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ചും കൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബെൽറ്റ് നമുക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിരിക്കും എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. ഫുൾ ടൈം ബെൽറ്റ് കെട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അടുത്ത പ്രഗ്നൻസിക്ക് മുമ്പ് ഹെർണിയ കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഇപ്പം നമുക്കൊരു ഹെർണിയ പോലത്തെ അവസ്ഥകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തീവ്രത കുറച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് പോയാൽ നമുക്ക് കോംപ്ലിക്കേഷൻ റിസ്ക് നമുക്ക് കുറയ്ക്കുകയും പ്രഗ്നൻസിയിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യകതയും വരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ വ്യക്തി, ഈ കമൻറ്റ് ഇട്ട വ്യക്തി, ഇതിന് മറുപടിയായിട്ടൊരു വ്യക്തി വന്ന് കമൻറ്റ് ഇട്ടിരിക്കുകയാണ്,
അപ്പം ഈ വ്യക്തി അതിനിട്ട ഒരു മറുപടിയാണ്, അതായത് ഡ്യൂറിങ് ദ സർജറി ദേ ആർ ഫിക്സിംഗ് ദ ഹെർണിയ വിത്ത് മെഷ് ആൻഡ് ടൈറ്റൻ ദ അബ്ഡോമിനൽ മസിൽസ്. സോ വാട്ട് ഡോക്ടർ സെഡ് ഈസ് എക്സാക്ട്ലി കറക്റ്റ് ആൻഡ് അബ്ഡോമിനൽ ബൈൻഡർ ക്യാൻ യൂസ് ഓൾ ദി ടൈം എക്സ്പെക്ട് ദി മീൽ ടൈം. ടേക്ക് കെയർ ഓൾ ദ അബ്ഡോമിനൽ മസിൽ സെപ്പറേഷൻ cannot be cured by exercise. എന്താ പറഞ്ഞിരിക്കണേ? അബ്ഡോമിനൽ മസിൽസ് സെപ്പറേഷൻസ് cannot be cured ബൈ എക്സസൈസ്. പ്ലീസ് ഫോളോ ദ എക്സ്പേർട്ട് സർജൻ അഡ്വൈസ്. വ്യക്തമായൊരു മറുപടി കൊടുത്തു. ഇനി ഈ മറുപടി കൊടുക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായ 2 അനുഭവം പറയാം. ഇവരാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സ്ത്രീ ആദ്യം ഒരാൾ എന്നെ വിളിച്ചു. ഞാനിങ്ങനെ അബ്ഡോമൽ സെപ്പറേഷൻ്റെ എന്തോ ഒരു കാര്യം, ഒരു പോസ്റ്റോ വീഡിയോ എന്തോ എൻ്റെ ഇട്ടപ്പോഴത്തേന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ അബ്ഡോമൽ സെപ്പറേഷന് എക്സസൈസ് അല്ല, നിങ്ങൾ അതിനുള്ള സർജറി ചെയ്യണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സർജറിയുടെ ആവശ്യമില്ല, ഞാൻ സെക്കൻഡ് ഡെലിവറിയിൽ ഞാനത് കറക്റ്റ് ചെയ്തതാണ്, സർജറി അല്ലല്ലോ, അങ്ങനെ ഇങ്ങനെ ഞാൻ അവരോട് ഇതേ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ലാസ്റ്റ് അവരോട് ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രീനാറ്റൽ പോസ്റ്റ്നാറ്റൽ ഹെൽത്ത് കോച്ച് കൂടെയാണ്, അപ്പം ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നതാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, മാത്രമല്ല ഞാൻ ഇത് പ്രൂവ് ചെയ്ത കാര്യം കൂടിയാണ്. ഇപ്പം എൻ്റെ 3rd ഡെലിവറി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബേബീസ് ആണ്. മാത്രമല്ല എൻ്റെ ലൈഫ് സ്റ്റൈൽ അത്രയും മോശമായി, എനിക്കിത് എക്സസൈസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഞാൻ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഇന്നലെ ഫുൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ല. രാവിലെ ഞാൻ 1 മണിക്കൂർ കണ്ണ് ചിപ്പിയുമ്പോഴത്തേനും ഒരു കുഞ്ഞിന് വളരെ വാശിയും കാണിച്ചു, അവൻ എന്തൊക്കെയോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ആയിട്ട് അവൻ കരഞ്ഞ്, അവനെ കെട്ടിയത് നേരം വരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഒരു ഹെൽത്ത് കോച്ചായി പറയുന്നത് 4 ചോളം. എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഓരോ വീഡിയോ ചെയ്യുന്നത് ഞാൻ അത്രയും റിസ്ക് എഫേർട്ട് എടുത്തിട്ട് അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇതെനിക്ക് വന്നു. അപ്പം അതെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെ വേറൊരാൾ മെസ്സേജ് വഴി എന്നോട് ഇതേ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നിങ്ങൾ പിന്നെ സർജറിയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം എനിക്ക് ഡൗട്ട് ഒഴിച്ചു, ഇവർ ഈ സർജറിന് ഇത്ര പ്രൊമോട്ട് ചെയ്യണത് എന്താ? ഇവർക്ക് ഈ സർജറിക്ക് വലിയ ആൾക്കാരെ എത്തിച്ചു കൊടുത്ത വലിയ കമ്മീഷൻ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചിന്തിച്ചു. അതുകൂടാതെ സർജറി ചെയ്ത ആൾക്കാരുടെ കുറേ എക്സ്പീരിയൻസും എനിക്ക് അറിയുന്നുണ്ട്. പേഴ്സണലി ഒരുപാട് പേര് അവരുടെ വിഷമങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും എനിക്കുണ്ട്. അപ്പോൾ ഇതിനൊരു വ്യക്തമായിട്ടുള്ള മറുപടി ഇപ്പോൾ വീണ്ടും ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഒരു കമൻറ്റ് വന്നു, വ്യക്തമായിട്ടൊരു മറുപടി കൊടുക്കണം എന്ന് എനിക്കുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിനകത്ത് തോട്ട് ഉണ്ടാവരുതെന്ന് കരുതി ഞാൻ കൊടുത്ത മറുപടി. വെറുതെ സമൂഹത്തിലേക്ക് തെറ്റിദ്ധാരണ പടർത്തരുത്. അബ്ഡോമിനൽ മസിൽ സെപ്പറേഷൻ എക്സസൈസ് വഴിയാണ് കറക്റ്റ് ചെയ്തേണ്ടത്. എക്സസൈസ് വഴി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ശുദ്ധ മണ്ടത്തരമാണ്. ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് തെറ്റിദ്ധാരണ നൽകരുത് പ്ലീസ്. കാരണം ഒരു മനുഷ്യന് ആരോഗ്യം നേടിക്കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും മനുഷ്യന്റെ ആരോഗ്യത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അറിവുകൾ, അറിവില്ലായ്മകൾ ഒരു കാരണവശാലും പങ്കുവെക്കരുത്. താങ്കൾ വർക്കൗട്ട് വഴി അബ്ഡോമിനൽ സെപ്പറേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്തിൻ്റെ അടിസ്ഥാനത്തിലാവുന്നു? അല്ലേ, ഇവരല്ലേ അത് പറഞ്ഞത്? അപ്പം ഞാൻ ചോദിക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന്. അടിസ്ഥാനത്തിൽ താങ്കൾ എക്സസൈസിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ഇത് പറയണമെന്നുണ്ടെങ്കിൽ എക്സസൈസിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ഒരു വ്യക്തിയാണ് ഇത് പറയേണ്ടത്. ഇത് താങ്കളുടെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. സർജറി എല്ലാത്തിനും ഒരു പരിഹാരമാണോ? അബ്ഡോമിനൽ മസിൽസിനെ അറിയപ്പെടുന്നത് 6 പാക്ക് മസിൽ എന്നാണ്. എന്താണ് 6 പാക്ക് മസിൽ? എങ്ങനെയാണ് എക്സസൈസ് വഴി 6-8 പാക്ക് വരുന്നത്? സർജറി വഴിയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, കൃത്യമായ വ്യായാമം വഴിയല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇത് ഡീറ്റെയിൽ ആയിട്ട് വന്നു. പിന്നെ ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ ഈ സർജറിയുടെ ഒരു 100% ഉറപ്പല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, എക്സസൈസുകളെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയുന്നത് ഡോക്ടറല്ല, അതിൽ പഠിച്ചിട്ടുള്ള പ്രാവണ്യം നേടിയിട്ടുള്ള ഹെൽത്ത് കോച്ചസ് ആണ്, അല്ലേ? ഡോക്ടേഴ്സിന് പറയാം, ഒരു ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത് ഡോക്ടർ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ എക്സസൈസുകളെ കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായിട്ട് ആ എക്സസൈസുകളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ വ്യക്തിക്കാണ് പറയാൻ പറ്റുക, അല്ലേ? അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് അതിന് ഞാൻ പറഞ്ഞു, താങ്കൾ ഇത് അംഗീകരിക്കും താങ്കളുടെ ഇഷ്ടം, പക്ഷേ സമൂഹത്തിലേക്ക് ഇതുപോലത്തെ ഇത് കൊടുക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്താന്ന് പറഞ്ഞു, ഞാൻ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എൻ്റെ 2ാമത്തെ ഡെലിവറിയിൽ 3 ഫിംഗറോളം ഉള്ള അബ്ഡോമിനൽ സെപ്പറേഷൻ കറക്റ്റ് ചെയ്ത വ്യക്തിയാണ്. പിന്നെ അതേപോലെ 10 ഡെലിവറിക്ക് എനിക്ക് ഹെർണിയയും അബ്ഡോമിനൽ സെപ്പറേഷൻ വന്നു, ഞാൻ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് വന്ന വ്യക്തിയാണ്. ഞാൻ ഡോക്ടറെ 11 വർഷത്തിലായി എനിക്ക് പ്രവൃത്തി പരിചയമുണ്ട്. പിന്നെ ഈ മേഖലയിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു അബ്ഡോമിനൽ സെപ്പറേഷൻ ഡയാലിസിസ് റെക്റ്റ് വ്യായാമം വഴിയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് പറഞ്ഞൊരു മറുപടി ഉണ്ടോ, നോ നെവർ ഓൾ ടൈപ്സ് ഓഫ് അബ്ഡോമിനൽ മസിൽസ് സെപ്പറേഷൻ cannot be corrected by exercise. ഇഫ് യു ഹാവ് നോ നോളജ് പ്ലീസ് ഡോണ്ട് ട്രൈ ടു പുട്ട് അതേഴ്സ് ഇൻ ട്രബിൾ. അതായത് എനിക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ട്രബിൾ ചെയ്യരുത്. പറയുന്നൊരു കാര്യമുണ്ട്, ഫ്രം യുവർ എക്സ്പ്ലനേഷൻ ഇറ്റ് ഈസ് ക്ലിയർലി പ്രൂവൺ ദാറ്റ് യു ആർ നോട്ട് എ പ്രൊഫഷണൽ ജസ്റ്റ് പ്രൊമോട്ടിംഗ് യുവർ ബിസിനസ്. കൺസൾട്ട് വിത്ത് എ സർജൻ ആൻഡ് ഹി ഗൈഡ് യു പ്ലീസ്. യു ആർ പാസിംഗ് റോങ് മെസ്സേജ് ടു സൊസൈറ്റി, നോട്ട് മീ. പുള്ളിക്കാരിക്കല്ല ഞാൻ കൊടുക്കുന്നത്, ഞാൻ ഈ സൊസൈറ്റിക്ക് തന്നെ വളരെ മോശമായിട്ടൊരു സംഭവമാണ്, മെസ്സേജസ് ആണ് കൊടുക്കുന്നത്. ഞാനൊരു സർജൻ്റെ ഒപ്പീനിയൻ എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തു, എൻ്റെ ഫോട്ടോയും ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ട്രാൻസ്ഫോർമേഷൻ നേടിയത്, അതായത് ഞാൻ അബ്ഡോമിനൽ സെപ്പറേഷൻ ഞാൻ കറക്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയണം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ വന്നിട്ട് ഒരാളുടെ പ്രൊഫഷൻ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി ചെയ്യാമെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ. ഇവരിതിൻ്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ് എന്താണെന്നുള്ളത് ഇവർ പറയണമെന്ന് പറഞ്ഞു. പിന്നെ
പിന്നെ ഞാനതവിടെ വിട്ടു. അപ്പം ഇവരുടെ ഒരു കമൻറ്റും കൂടെ വന്നിട്ടുണ്ട്, നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ഹെൽത്ത് കെയർ പ്രൊവൈഡറാണ്, 22 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, വിദേശത്തും ഇന്ത്യയിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വേൾഡിലെ നമ്പർ 1 ഓൺലൈൻ ഫിറ്റ്നസ് ട്രെയിനിങ് നടത്തുന്ന ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ്, പക്ഷെ ഞാൻ വ്യായാമ മെത്തേഡ്സിനെ എതിർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വലിയൊരു എസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഇത്രയും വായിച്ചിനകത്ത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവർ പറഞ്ഞ 2-3 കാര്യങ്ങൾ എടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പിന്നെ എനിക്ക് നോളജ് ഇല്ല, പിന്നെ ഞാനാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഫിറ്റ്നസ് ട്രെയിനർ എന്നൊക്കെ ഇവർ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവർ പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ ഉപദേശം തേടാനാണ് പറഞ്ഞത്. എന്നാൽ ഡോക്ടേഴ്സ് ഈ കാര്യത്തിന് എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് കാണാം. ഞാനിത് ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഹെൽത്ത് കോച്ച് വന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. 22 വർഷം എക്സ്പീരിയൻസ് ഒരാളിങ്ങനെ പറയുന്നത്. നിങ്ങൾ അബ്ഡോമൽ ബൈൻഡറിൻ്റെ കേസ് കേട്ട് പറയല്ലേ. അബ്ഡോമൽ ബൈൻഡർ എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോ വ്യക്തമായിട്ട് ചെയ്യാം. അബ്ഡോമൽ ബൈൻഡർ അല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അബ്ഡോമൽ സെപ്പറേഷനെ കുറിച്ചും മസിൽസ് ടൈറ്റനിങ്ങിനെ കുറിച്ചും ഹെർണിയയ്ക്ക് സർജറി അല്ലാതെ മറ്റൊരു സൊല്യൂഷൻ ഇല്ല എന്ന് അവസരം വെച്ചിട്ട് അങ്ങനെ മാറ്റി പറയാൻ പാടില്ലല്ലോ. ഒരു സാധനം പറഞ്ഞാൽ നിലപാടോട് കൂടിയിട്ട് അതിൽ ഉറച്ചു നിൽക്കുക. ഓക്കെ, നമുക്കിനി ഒരു ഡോക്ടറിൻ്റെ ഇത് കാണാം. ഇത് കുറച്ച് ലോങ് വീഡിയോ ആകുമായിരിക്കും, എന്നാലും നിങ്ങളിത് ക്ലിയർ ചെയ്യേണ്ട കാര്യം ക്ലിയർ ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഡോക്ടർ പറയുന്നത് ഇതിനകത്തോട്ട് വരും. ചിലപ്പോൾ ഇത് അരമണിക്കൂറിൻ്റെ 1 മണിക്കൂറിൻ്റെ വീഡിയോ ആണെങ്കിലും താല്പര്യമുള്ളവർ കയറി കാണാം. എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇനി ഒരു ആളും ഈ എൻ്റെ പ്രൊഫഷൻ, എൻ്റെ അറിവില്ലായ്മ ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് വലിയ അറിവൊന്നുമില്ല. ആരവിടെ അറിവിൽ തികഞ്ഞവരുള്ളത്? ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം, മരിക്കുന്നിടത്തോളം കാലം ഞാൻ അറിവിൽ തികഞ്ഞ ഒരു വ്യക്തിയെന്ന് ഞാൻ എവിടെയും പറയില്ല. ഓക്കെ, പിന്നെ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഇത്രയും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും ഞാൻ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതെനിക്ക് പ്രാന്തായിട്ടല്ല, മനസ്സിലായോ? അപ്പം വെറുതെ വന്നിട്ട് ഒരാളെ അങ്ങോട്ട് കളിയാക്കി കമൻ്റ് ഇടുന്നത് എവിടുത്തെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് എന്നല്ല, കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു ഡോക്ടറിൻ്റെ വീഡിയോ ആണ്, കേട്ടോളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ജീവിതശൈലികളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി വയറിനുള്ളിൽ അടിഞ്ഞ അമിത കൊഴുപ്പ് കുറച്ച് വയറിനുള്ളിലെ പ്രഷർ കുറയ്ക്കാനും വയറിൻ്റെ ഭിത്തികൾക്ക് ബലം നൽകുന്ന പേശികളെ ശക്തിപ്പെടുത്താനും കഴിഞ്ഞാൽ ഹെർണിയയ്ക്കായി വേണ്ടി വരുന്ന ഒട്ടുമിക്ക ഓപ്പറേഷനുകളും ഒഴിവാക്കാനാകും. പിന്നെ നമ്മൾ സർജറി ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി മസിൽ വീക്കായിട്ടുള്ളവർക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ചിലർ ആർട്ടിഫിഷ്യൽ മെഷൊക്കെ വെക്കേണ്ടത് വരും. പിന്നെ പലപ്പോഴും ഈ നോൺ ഒബ്സർവബിൾ സ്യൂച്ചറൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം സർജറിയുടെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളുടെ അവിടെ വെക്കേണ്ടി വരുന്നതും, അല്ലെങ്കിൽ അത് പിന്നെ ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീക്കാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ചുമയോ അല്ലെ നമ്മൾ ഒരു ചുമയൊക്കെ വന്ന് ഈവൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ടൈമിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ മതിയായും ചുമ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും വിട്ടുപോകാനുള്ള സാധ്യത വരും. അതുകൊണ്ട് സർജറി എല്ലാത്തിനും ഒരു 100% പരിഹാരമാണെന്ന് കരുതരുത്. സർജറി ചെയ്താലും ഈവൻ ഈ മെഷൊക്കെ വെച്ച് റീഇംബേഴ്സ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും വീണ്ടും ഒരു റെക്കറൻസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ബേസിക് ഇതിൻ്റെ എല്ലാം പ്രോബ്ലം എന്താ? നമ്മളുടെ മസിൽ വീക്ക് അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂസ് വീക്കായിരിക്കുന്നതും നമ്മളുടെ വയറിനകത്ത് ഫാറ്റ് അടിഞ്ഞിരിക്കുന്നതൊക്കെയാണ്. അപ്പം അതൊക്കെ കറക്റ്റ് ചെയ്താൽ ഇപ്പം നമ്മളൊരു എമർജൻസി ആയിട്ടൊരു ഓപ്പറേഷൻ വേണ്ടി വന്നാലും, ഇനി എമർജൻസി ആയിട്ട് വന്നില്ല. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഡോക്ടർ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. ഡോക്ടർ ഇതിലെന്താ പറഞ്ഞത്? ഇവർ സർജറി എന്ന് പറയുന്നുണ്ട്. സർജറി ചെയ്ത് മെഷ് ഇടുന്നൊക്കെ അതും സേഫ് അല്ല. അതായത് ഹെർണിയയ്ക്ക് മെഷിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇവർ കമൻറ്റിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ഇപ്പോൾ എന്താ പറയുന്നത്? മെഷ് ഇട്ടാലും ഇത് ഒരു 100% സേഫാണ്, അല്ലെങ്കിൽ ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ആണെന്ന് പറയാൻ സാധിക്കില്ല, അല്ലേ? ഡോക്ടർ ഇനി അങ്ങോട്ട് നീളം ഈ വീഡിയോ, ഡോക്ടറിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഇടും, ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്തിടുന്നുണ്ട്, നിങ്ങൾ കാണാം. ഡോക്ടർ നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഇനി ഇത് പറയുന്ന വ്യക്തികൾക്ക് ഇവർ പറഞ്ഞു ഇവർക്ക് 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഈ പറയുന്ന ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് എന്താണെന്നൊന്നും അറിയാം. ഈ വീഡിയോ ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ ഞാനൊന്ന് പറയാം. 10-12 വർഷത്തോളം ഞാൻ ഫിറ്റ്നസ് ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തിയാണ്. 4 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. 2 നോർമൽ ഡെലിവറിയും ഒരു സി സെക്ഷനും കഴിഞ്ഞ വ്യക്തിയാണ്. 2ാമത്തെ ഡെലിവറിക്ക് എനിക്ക് അബ്ഡോമിനൽ സെപ്പറേഷൻ ഉണ്ടായിരുന്നു. 1ാമത്തെ ഡെലിവറിക്ക് അബ്ഡോമിനൽ സെപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതെന്താ സാധനം ഒന്നും അറിയില്ല. ഞാനത് നോർമൽ വ്യക്തിയായിരുന്നു, എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. അപ്പോൾ സെക്കൻഡ് ഡെലിവറിക്ക് എനിക്ക് 3 ഫിംഗറോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയായിരുന്നു. കാരണം 10 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് 2ാമത്തെ കുഞ്ഞുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഹെൽത്ത് കോച്ച് ആയിരുന്നു, ഞാൻ പഠിച്ചിരുന്നു, അത്യാവശ്യം കാര്യം മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ 3 ഫിംഗർ ഗ്യാപ്പ് ഞാൻ ക്യൂർ ചെയ്തിരുന്നു. 2 വർഷം കഴിഞ്ഞ്, അതായത് എൻ്റെ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞ് 2ാമത്തെ വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. ഡെലിവറിയുടെ ഭാഗമായിട്ട് മൾട്ടിപ്പിൾ ട്വിൻ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് സർവ്വസാധാരണമാണ് ഇതിൽ. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അബ്ഡോമിനൽ സെപ്പറേഷനും അതോടൊപ്പം ഹെർണിയയും എനിക്ക് സംഭവിച്ചു. ഇതിൻ്റെ സ്കാൻ റിപ്പോർട്ട് ഇവിടെ ഇരിപ്പുണ്ട്, അത് ഞാൻ സമയമാകുമ്പോൾ വ്യക്തമാക്കിക്കോളാം, കേട്ടോ. അപ്പം ഇതാണ്. കൂടാതെ ഈ 10-11 വർഷത്തോളം ഗർഭിണികൾക്കും പ്രസവകർക്കും ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഹെൽത്ത് കോച്ചാണ്.
സ്വയമേയുള്ള എക്സ്പീരിയൻസ് അല്ല, പഠിച്ചതുള്ള അറിവ് മാത്രമല്ല മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ്. ഇതാണ് എൻ്റെ ഇത് കേട്ടോ. ഇത് നിങ്ങൾ ഇനിയിപ്പോൾ ഇതിന് പുച്ഛമായിട്ട് കളിയാക്കിയാലും എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇനി ഡോക്ടർ ക്വാളിഫിക്കേഷൻ നമുക്കൊന്നറിയാം. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ ചരിത്രം വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ച് മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. ഞാൻ സർജറി ചെയ്തിട്ടുള്ളത് ഹിസ്റ്റക്ടമിയും സിസേറിയനും ഒക്കെ കോമൺലി ചെയ്തിരുന്നതാണ്. ഓക്കെ, എന്ത് മനസ്സിലായി? ഇത്രയും വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. നിങ്ങൾ എന്നെ കളിയാക്കിയതുപോലെ നിങ്ങൾക്ക് ഈ ഡോക്ടറെ കളിയാക്കാൻ പറ്റുമോ? നിങ്ങളെപ്പോലുള്ളവർ അതും ചെയ്യും. നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും നിങ്ങൾ പോകും. മനസ്സിലായോ? അടുത്തത്, ഇവർ ഭയങ്കര സർജറി എന്ന് പറയുന്നുണ്ട്. സർജറിയിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്, സർജറി അടക്കം ചെയ്തിട്ടുള്ളൊരു ഡോക്ടറാണ്. ഡോക്ടർ ക്വാളിഫിക്കേഷൻ ഇവിടെ വ്യക്തമാണ്. ഇനി നമുക്ക് ഡോക്ടർ സർജറിനെ കുറിച്ച് പറയുന്ന ചെറിയൊരു പോർഷനും കൂടെ കാണാം. തന്നെ ലാപ്രോസ്കോപ്പിക് ഉണ്ട്, റോബോട്ടിക് അസിസ്റ്റഡ് ഉണ്ട്, ജനറൽ അനസ്തീസിയയിൽ ചെയ്യാം, ലോക്കൽ അനസ്തീസിയയിൽ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഉള്ളതുണ്ട്. നമ്മൾ മറ്റേ മെഷ് വെച്ചിട്ടുള്ള സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതുണ്ട്. ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഇതിനെല്ലാം സൈഡ് ഇഫക്റ്റും കൂടെ ഉണ്ടെന്ന് നോക്കണം. എന്താ പറഞ്ഞത് ഡോക്ടർ? ഇപ്പം എന്താ പറഞ്ഞത്? സർജറിയെ കുറിച്ചിട്ട് എത്ര ടൈപ്സ് സർജറി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ? ഈ സർജറിക്ക് എന്തുണ്ടെന്നാ പറഞ്ഞേ? കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നും കൂടെ കേട്ടോ. ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഇതിനെല്ലാം സൈഡ് ഇഫക്റ്റും കൂടെ ഉണ്ടെന്ന് നോക്കണം. പ്രത്യേകിച്ചും നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ടൈമിലോ അല്ലെങ്കിൽ അതിന് ശേഷം എപ്പോഴെങ്കിലോ ചുമ ആണ് ഏറ്റവും കൂടുതൽ ഇതിനെ ഇതിലാക്കി വരാവുന്നത്. അതുപോലെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും ആ സമയത്തൊക്കെ കറക്റ്റ് ബ്രീത്തിങ് മെത്തേഡും ഒക്കെ അല്ലെങ്കിൽ വീണ്ടും ഇത് റിക്കർ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും മനസ്സിലാവേണ്ടത് നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് ഇതൊക്കെ പറ്റിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഓപ്പറേഷന് പോകാവുള്ളൂ. വീണ്ടും ഇത് വരാമെന്ന ഒരു കാര്യം ഡോക്ടർ പറഞ്ഞത്. അപ്പം സർജറിയിലെ കോംപ്ലിക്കേഷൻസ് ഇത് മാത്രമല്ല, മറ്റു കുറേ കാര്യങ്ങൾ ഡോക്ടർ പറയുന്നുണ്ട്. അത് സൗകര്യമുള്ളവർ കാണാം. പിന്നെ ഇപ്പോൾ 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ വ്യക്തി കാണുമെന്ന് എനിക്കറിയില്ല. സാധാരണക്കാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കാണാം. മറ്റൊരു കാര്യം ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഓപ്പറേഷൻ്റെ നമുക്ക് എല്ലാവർക്കും റീഇംബേഴ്സ്മെൻറ്റ് ഉണ്ടാകും, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാകും, റീഇംബേഴ്സ്മെൻറ്റ് ഉണ്ടാകും. അതുകൊണ്ട് കോസ്റ്റ് ഒരു വിഷയം അല്ലാത്തതുകൊണ്ടോ ശരിയൊക്കെ കറക്റ്റ് ചെയ്യാൻ മെനക്കേടാണ്. എന്നാൽ പിന്നെ ഓപ്പറേഷനൊക്കെ ചെയ്തേക്കാം, എല്ലാവർക്കും അതിന് മടിയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരിക്കലും എടുക്കരുത്. പൈസ നമ്മൾ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിലും ഓപ്പറേഷൻ്റെയും അനസ്തീസിയയുടെയും ഒക്കെ സൈഡ് ഇഫക്റ്റ് വഹിക്കുന്നതിനും അതുകൊണ്ട് വരാവുന്ന നമ്മുടെ ബോഡിയിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കാണ് ദോഷം വരുന്നത്. അത് എത്രയാണെങ്കിൽ നോ ഓപ്പറേഷൻ ഓർ അനസ്തീസിയ 100% സേഫ് അല്ല. അത് എന്തെങ്കിലും അതിനകത്തൊരു അനസ്തറ്റിക് ആക്സിഡൻറ്റ് വരുമോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊരു ഇത് വരുമോ, ഇൻഫെക്ഷൻ വരുമോ ഒക്കെ ചെയ്താൽ അത് ഡോക്ടർമാരുടെ ഹോസ്പിറ്റലിൻ്റെ കുഴപ്പമാണെന്ന് എടുക്കരുത്. അതെല്ലാം ഇൻഹറൻ്റ് ആയിട്ട് ആ ഓപ്പറേഷനിലും അനസ്തീസിയയിലും ഉള്ള റിസ്ക് ഫാക്ടേഴ്സാണ്. ഹ്യൂമൻ ലിമിറ്റേഷൻസും കൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും സേഫ് ആയിരിക്കണമെങ്കിൽ ഏറ്റവും മിനിമം ആയിരിക്കണം സർജറീസ് ചെയ്യുന്നത്. അത്യാവശ്യം ഉണ്ടെങ്കിൽ സർജറി ചെയ്യുക. അപ്പം നമ്മളുടെ ഹെൽത്ത് നോക്കേണ്ടത് നമ്മൾ ആവശ്യമില്ലാതെ ഓപ്പറേഷന് കോസ്റ്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇൻഷുറൻസുകാർ പേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വീണ്ടും പല പ്രാവശ്യം ആലോചിച്ച് അത്യാവശ്യമുള്ളതാണെന്ന് നോക്കി മാത്രം ചെയ്യുക. കൂടാതെ ഓപ്പറേഷൻ്റെ ഭാഗമായി ഉണ്ടായ മുറിപ്പാടിലൂടെ കുടൽ പുറത്തേക്ക് തള്ളി വരുന്ന ഇൻസിഷണൽ ഹെർണിയും ഉണ്ടാകാം. എന്താ പറഞ്ഞത് ഡോക്ടർ? എന്താ പറഞ്ഞത്? ഒരുപാട് സർജറി ഉണ്ടായാലും ഹെർണിയ വീണ്ടും സർജറിയുടെ ഭാഗമായിട്ടും ഹെർണിയ വരും അല്ലേ? ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിലൂടെ അറ്റാച്ച് ചെയ്യും. വീണ്ടും പറയുന്നു, നിങ്ങൾ കാണാം. അപ്പോൾ ഇത് നാം എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്രയും അധികം സർജറിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഞാൻ ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പം നിങ്ങൾ എൻ്റെ അറിവില്ലായ്മയെ കളിയാക്കി. നിങ്ങൾക്ക് എൻ്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനാണ് ലോകത്തിലെ വലിയ ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? ഈ 2 കാര്യം ഞാൻ വിടുന്നു. ലോകത്തെ വലിയ ഒരാളെങ്കിലും പറഞ്ഞല്ലോ അങ്ങനെ. അതെന്തോ ആവട്ടെ, എവിടെയും ഞാനത് പറഞ്ഞിട്ടില്ല. എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം കേട്ടോ. ഞാൻ നിൽക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണുന്നവർക്കും അറിയാം. താങ്കൾ എനിക്ക് അറിവില്ല എന്ന് പറഞ്ഞത് എനിക്ക് യാതൊരു വിഷമവും ഇല്ല. കാരണം ഞാൻ അറിവുള്ളൊരു വ്യക്തിയാണെന്ന് എവിടെയും വാദിക്കാൻ പോകുന്നില്ല. ഞാൻ മരിക്കുന്നവരെ എനിക്ക് അറിവുണ്ടെന്ന് ഞാൻ എവിടെയും പറയില്ല. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, അറിവിൽ തികഞ്ഞവരായിട്ട് ആരും ഈ ഭൂമിയിലില്ല.
അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനെ വളരെ കഷ്ടപ്പെട്ടാം. എൻ്റെ അവസ്ഥ പറയാം. ഇന്നലെ ഫുൾ നൈറ്റാണ് ഉറങ്ങിയിട്ടുള്ളത്. മിക്ക നൈറ്റുകളും ഞാൻ ഉറങ്ങാറില്ല, ഭൂരിഭാഗം ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങാറില്ല. എൻ്റെ അവസ്ഥ കുറച്ച് പേർക്കെങ്കിലും അറിയാം. 4 കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് നോക്കുന്ന ഒരു സ്ത്രീയാണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്ക് വയ്യാത്ത തന്നെ കരച്ചിലും പ്രശ്നങ്ങളൊക്കെ. ഞാൻ ഇന്ന് നേരം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, കാരണം അതിൻ്റെ സാഹചര്യം അത് അങ്ങനെയല്ല. അതേപോലെ തന്നെ 4 കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് നോക്കുന്നു, വീട്ടിലെ പണികൾ, പ്രൊഫഷൻ ഇതെല്ലാം മാനേജ് ചെയ്യുന്നൊരു സ്ത്രീയാണ്. അതിൻ്റെ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും സമയം കണ്ടെത്തുന്നതും. ഞാൻ വീഡിയോ ചെയ്യുന്നതോട് സാറ്റിസ്ഫാക്ഷനും എനിക്കില്ല, കാരണം പിന്നെ പലരും റിക്വസ്റ്റ് വരുമ്പോൾ മെസ്സേജസ് ആയിട്ടും ഇൻസ്റ്റയിലാണെങ്കിൽ മെസ്സഞ്ചറിലൊക്കെ റിക്വസ്റ്റ് വരുമ്പോഴൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇത്രയും ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പം നിലവിൽ ഞാൻ 1 വർഷത്തെ ഒരു കോഴ്സും 2 വർഷത്തെ ഒരു കോഴ്സും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഈ സാഹചര്യത്തിലും ഇത്രയും റിസ്ക് എടുത്ത് കഷ്ടപ്പെടുന്നു. ഭക്ഷണം മര്യാദ കഴിക്കാത്ത വ്യക്തി, ഇത്രയും കാര്യങ്ങൾ സഫർ ചെയ്യുന്ന വ്യക്തി, ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളെ വെച്ച് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഞാൻ ചെയ്യുന്നു. 10-11 വർഷത്തെ എക്സ്പീരിയൻസിൽ ഡോക്ടേഴ്സിനടക്കം ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് വരെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടില്ല തനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന്, അല്ലെങ്കിൽ താൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നതെന്ന്. ഞാൻ ചെയ്യുന്നത് ഒരു സർവീസാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എൻ്റെ ഇത്രയും നാളത്തെ ഇതിൽ ഞാൻ എന്തൊക്കെ സർവീസ് ചെയ്യുന്നുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പിന്നെ ഓൺലൈൻ ട്രെയിനിങ് എടുക്കാൻ വരുന്നവരോട് സംസാരിക്കുന്നതും വ്യക്തമായ ധാരണയുണ്ട്. നിങ്ങൾ കുറേ സർജറിക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ, സർജറി ചെയ്ത് പൈസ പോയവരുടെ കേസ് കേട്ടെ, സർജറി ചെയ്തിട്ട് വിഷമിക്കുന്ന അവസ്ഥ എനിക്കറിയാം. മനസ്സിലായോ? ഒരു പ്രത്യേക ലാഭത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഒരാളൊരു സർജറിയിലോട്ട് പ്രൊമോട്ട് ചെയ്യുമ്പം നമ്മളൊന്ന് ചിന്തിക്കണം. ഉന്തിത്തള്ളൊരു മനുഷ്യനെ സർജറിയിൽ എത്തിക്കാൻ എളുപ്പമാണ്. ഇവിടെ കേരളത്തിൽ മലയാളികൾക്ക് വ്യായാമം എന്നൊരു കൺസെപ്റ്റേ ഇല്ല. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മരുന്ന് കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു വിഷനുള്ള ആൾക്കാരാണ്. എന്നിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും എക്സസൈസിൻ്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി ഇതൊരു ജീവിത ശൈലിയായി, ലൈഫിൻ്റെ റുട്ടീനായി, ഒരു ഭാഗമായി നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ഞാൻ വായിട്ടലക്കുകയും അതിനുവേണ്ടി എത്രത്തോളം എഫേർട്ട് എടുത്തൊരു വ്യക്തി എന്ന് എനിക്ക് ബോധ്യമുള്ള സ്ഥിതിക്ക് താങ്കൾ എന്താ പറഞ്ഞാൽ എൻ്റെ ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു. ഈ എൻ്റെ വീഡിയോയുടെ ഇടയിലൊക്കെ പല കമൻറ്റ് വരും, വണ്ണം കുറയും, കൊടവയർ കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് പല പോസ്റ്റുകൾ വരും. താങ്കൾക്ക് അങ്ങനെ ഒരു പോസ്റ്റ് എൻ്റെ വീഡിയോ എൻ്റെ പേജിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? പ്രൊമോഷന് വേണ്ടിയാണോ ഇങ്ങനെയല്ല വീഡിയോ ചെയ്യുക. ഞാനൊരു ഹെൽത്ത് കോച്ചാണ്, എനിക്ക് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് കാണിക്കാനുണ്ട്. നല്ല കൊടവയറും വെച്ചിട്ട് എക്സസൈസ് ചെയ്ത് മെലിഞ്ഞിട്ടുള്ള ധാരാളം ഫോട്ടോകളുണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ട് 10 ദിവസത്തിൽ നിങ്ങളുടെ കൊടവയർ കുറയും, നിങ്ങൾ ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടല്ലോ, മില്യൺസ് ഓഫ് വ്യൂസും കിട്ടും, എനിക്ക് നല്ല റെമ്യൂണറേഷനും കിട്ടാം, അല്ലെങ്കിൽ നല്ല അഡ്മിഷൻ എൻക്വയറി വരാം. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഇതാണ് വേണ്ടുന്നത്. ഇത് ഞാൻ ചെയ്യുന്നുണ്ടോ? എൻ്റെ എത്തിക്സിൽ നിരക്കാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല, ഒരറിവും ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയുമില്ല. അപ്പോൾ ഇത് താങ്കൾ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ എതിർത്തതിൻ്റെ ഫലമായിട്ടാണ് താങ്കൾ ഇത്രയും ന്യായീകരണങ്ങൾ നിരത്തി ഒരു സ്ത്രീയെ, താങ്കളൊരു സ്ത്രീയാണെന്ന് ആലോചിക്കണം, ഒരു സ്ത്രീയെ അവർ നിൽക്കുന്ന പ്രൊഫഷനെ അവരെവിടെ എങ്ങനെ എത്തി, എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്, എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത്, ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് അവർ ഓൺലൈൻ ട്രെയിനിങ് എടുക്കുന്നതോ ഞാൻ ഉറങ്ങാതെയൊക്കെ ഇരുന്നിട്ടാണോ എൻ്റെ കുഞ്ഞുങ്ങളെയും വെച്ചിട്ടൊക്കെയാണോ എൻ്റെ ക്ലാസ് എടുക്കുന്നത്? തനിക്ക് നാണമില്ല ഇങ്ങനെ പുച്ഛിക്കാനായിട്ട്? തനിക്ക് ഇച്ചിരിയെങ്കിലും നാണമുണ്ടോ? ഇത്തിരിയെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? ഇത്രയും ആക്ഷേപിക്കാനായിട്ട്? എന്ത് അസത്യമാണ് ഞാൻ പറഞ്ഞത്? എന്ത് ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്? എന്ത് തെറ്റായിട്ടുള്ള അറിവുകളാണ് ഞാൻ സമൂഹത്തിലേക്ക് നൽകിയതെന്ന് ഈ ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടിട്ട് താൻ ഇനി കമൻറ്റ് ചെയ്യുക. തനിക്ക് എല്ലാത്തിനുള്ള ഉത്തരം നൽകാനുള്ള റൈറ്റ്സ്, അല്ലെങ്കിൽ താൻ ഇത്രയും കമൻറ്റ് ഇട്ട് എക്സ്പ്ലനേഷൻ ഇട്ട് വരരുത്. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സംഭവിച്ചു താൻ എന്താ മറുപടി തന്നില്ല? ഞാൻ പറഞ്ഞു എൻ്റെ പിക്സ് അടക്കം ഞാനിപ്പോൾ ട്രാൻസ്ഫോർമേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നോട് സർജറി ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ്, സർജനാണ്, ഇതെല്ലാം പറഞ്ഞിട്ട് താങ്കൾ എന്താ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വീണ്ടും എന്നെ കളിയാക്കാനും എന്നെ അടിച്ചമർത്താനും ശ്രമിക്കുന്നത് നല്ലതാണോ? ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹെൽത്ത് സർവീസ് ചെയ്യുന്ന 22 വർഷം എക്സ്പീരിയൻസ് ഉള്ള താങ്കൾക്ക് ചേർന്ന പരിപാടിയാണോ ഇത്? അപ്പോൾ താങ്കൾ സമൂഹത്തിന് കൊടുക്കുന്ന വിഷൻ എന്താണ്? താങ്കൾ അമ്മമാർക്ക് കൊടുക്കുന്ന, സ്ത്രീകൾക്ക് കൊടുക്കുന്ന വിഷൻ എന്താണ് കൊടുക്കുന്നത്? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു അഭിപ്രായം പറഞ്ഞു, അതിന് കൃത്യമായിട്ട് തിരിച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അതിന് ഉത്തരം പറ്റാതായിട്ട് അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്നെ അടിച്ചമർത്തുന്ന രീതിയിൽ കമൻറ്റുകൾ ഇട്ടാൽ കേട്ടുകൊണ്ടിരിക്കുക എന്ന അത്ര നല്ല കാര്യമല്ല. ഞാൻ പറഞ്ഞില്ല, അറിവുകൾ എന്നെ പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല, ഞാനാണ് നമ്പർ 1 അങ്ങനെ പറഞ്ഞത് കുഴപ്പം, ഞാൻ എവിടെയും അത് പറഞ്ഞിട്ടില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. അറിവിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണോ ഞാൻ ഉറക്കമൊഴിച്ച് ഇപ്പോഴും കുത്തിയിരുന്ന് പഠിക്കണേ? ഈ അവസ്ഥയിൽ നിന്ന് പഠിക്കണേ? ഞാൻ പഠിക്കുന്നത് എൻ്റെ കാര്യങ്ങളും ഞാൻ വിസിബിൾ ആക്കും. ഇനി താൻ കാണണം വീഡിയോസൊക്കെ. ഇനി ഞാൻ പോകുന്ന എല്ലാ അവസ്ഥകളും തന്നെ ഞാൻ കാണിക്കും. തന്നെ കാണിക്കാനല്ല, ഇതേപോലുള്ള കാര്യങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ഇനിയും വരും കുറേ എണ്ണങ്ങൾ. മനസ്സിലായോ?
അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബിസിനസ്സിന് വേണ്ടി ഞാൻ എൻ്റെ പ്രൊഫഷൻ യൂസ് ചെയ്തു. ശരിയാണ്, എൻ്റെ ജീവിത മാർഗ്ഗമാണ്. ഇന്ന് ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെയോ എൻ്റെ വീട്ടുകാരെയോ ആരും ഒരു 10 രൂപ വാങ്ങി ബുദ്ധിമുട്ടിക്കാതെ ആണ് ഞാൻ പഠിക്കാൻ വേണ്ടുന്ന പൈസ ഇവിടെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അനാവശ്യമായിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയോ എന്നിലേക്ക് വരുന്ന അനാവശ്യമായിട്ടുള്ളൊരു അറിവുകൾ കൊടുക്കുകയോ ട്രെയിനിങ് കൊടുക്കുകയോ ഇല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അവർ വന്ന് കമൻറ്റ് ചെയ്യണം, ഷെറിൻ്റെ കെയർ ഓഫിൽ അഡ്മിഷൻ എടുത്തിട്ട് ഇന്ന തെറ്റായ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു എന്നുള്ള പറയാനുള്ള റൈറ്റ്സ് ഇവിടെയുണ്ട്. 11 വർഷത്തോളം ഞാൻ ഈ പ്രൊഫഷൻ നിൽക്കുമ്പം എന്നെ അന്നാൾ മുതൽ ഇന്നാൾ വരുന്ന അറിയുന്ന ആൾക്കാരുണ്ട്. താങ്കൾ ഈ പ്രൊമോട്ട് ചെയ്യുന്ന സർജറി ഉണ്ടല്ലോ, ഈ സർജറിയൊക്കെ എടുത്തിട്ടേ ഹെൽത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് വിഷമങ്ങൾ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ പോയി എന്ന് പറഞ്ഞ് കരയുന്ന ആൾക്കാരുണ്ടോ? അതെന്താ താങ്കൾ മനസ്സിലാക്കാത്തത്? സർജറി അല്ല എല്ലാത്തിനും സൊല്യൂഷൻ താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കി. ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോഴത്തേനും അത് സർജറിയാണ്, ഇതിന് മരുന്നാണെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പുറകെ പോയി ഇതൊക്കെ ചെയ്തു കൂട്ടി ആരോഗ്യം നശിപ്പിക്കുന്ന ആൾക്കാരാണോ ഈ സമൂഹത്തിലുള്ളത്, മലയാളി സമൂഹത്തിലുള്ളത്, കേരളത്തിലുള്ളത്? താങ്കൾ എബ്രോഡ് അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്ത ഇത് വെച്ചിട്ട് കമ്പാരിസൺ എല്ലാം നടത്തേണ്ടത്. ഇവിടുത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇവിടെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്ര സർജറീസ് ഇവിടെ വരുന്നത്? എന്തുകൊണ്ടാണ് സർജറികൾ ചെയ്യുവാൻ വേണ്ടി ഡോക്ടേഴ്സ് ആൾക്കാരെ ഈസിയാണ് ഇവിടുത്തെ ആൾക്കാരെ പറ്റിക്കാനായിട്ട്. ഇത് നോക്കിയിട്ട് പറയാം, ഇനി സർജറി വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടും. ഇല്ലാത്ത പൈസയും കടം മേടിച്ച് ചിലർക്ക് പിന്നെ പൈസ ഉണ്ടാവും, പിന്നെ ഈ ഡോക്ടർ പറഞ്ഞ ഇൻഷുറൻസും അതും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സർജറി ചെയ്യാൻ അങ്ങോട്ട് എടുത്തങ്ങ് പോവുക, എടുത്തങ്ങോട്ട് ചാടുകയാണ്. പിന്നെ നിങ്ങൾക്ക് കുഴപ്പം വന്നില്ല, നിങ്ങൾ സർജറി ചെയ്തിട്ട് 10 പേർക്ക് കുഴപ്പം വന്നില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കുഴപ്പം വരില്ല എന്നുണ്ടോ? താങ്കൾ എന്തടിസ്ഥാനത്തിൽ 22 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നത്? ഒരാളുടെ ബോഡി കണ്ടീഷൻ പോലെയാണോ മറ്റൊരാളുടെ ബോഡി കണ്ടീഷൻ? ഒരാൾക്ക് പ്രശ്നം വന്നില്ല വെച്ചാൽ മറ്റൊരാൾക്ക് പ്രശ്നം വരില്ല എന്നുണ്ടോ? കോമൺ ആയിട്ട് ഇതിനകത്ത് ശാസ്ത്രീയത എന്താണ്, ഇതിൽ സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ എന്താണ്, ഇതിൽ സത്യാവസ്ഥ എന്താണെന്നാണ് പറയേണ്ടത്. അല്ലാണ്ട് സർജറി ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു സർജറി എന്ന് പ്രൊമോട്ട് ചെയ്യല്ലേ. പിന്നെ ബെൽറ്റിന്റെ കാര്യം അവിടെ വിട്. ബെൽറ്റ് വലിയ പൊക്കി പിടിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. ബെൽറ്റ് ജസ്റ്റ് എ സപ്പോർട്ടർ. ഇനി 24 hours കട്ടാളുള്ളവർ കെട്ടിക്കൊണ്ട് നടക്ക്, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ ഡെപ്ത് പോലും താങ്കൾക്ക് ചിന്തിക്കാനുള്ള മനസ്സിലായി. താങ്കളെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ബെൽറ്റ് എടുത്തുകൊണ്ട് വന്നിരിക്കുക. എന്ത് ബെൽറ്റിന് എന്ത് പ്രാധാന്യം എറിയുടെ കാര്യത്തിൽ? ഒരിത് വേണ്ടേ പറയുന്നതിന്? മണ്ടത്തരങ്ങൾ പറയുന്നതിനോ അല്ല. ഓക്കെ, അതിന് കൃത്യമായിട്ടുള്ള ആൻസറുകൾ അങ്ങോട്ട് വരുമ്പോൾ ഒരു മനുഷ്യനെ അധിക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ പാടുണ്ടോ? അങ്ങനെ തോന്നുന്നതൊക്കെ വന്ന് പറയാനാണോ? ഞാൻ ഈ ഊണ് ഉറക്കം ഒഴിച്ച് കഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി ഹെർണിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത് എന്നിലേക്ക് വരുന്ന ഹെർണിയ ആൾക്കാർക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒക്കെ ഞാൻ ഇരുന്ന് കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാണ്ടും വെള്ളം കുടിക്കാണ്ടൊക്കെ ഞാൻ ഇവിടെ കുത്തിപ്പിടിച്ചിരുന്ന് വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ടോപ്പിക്സുകൾ എനിക്ക് വീഡിയോ ചെയ്തിട്ടും ഞാൻ ചെയ്യാത്ത എന്താണെന്ന് പറയുക. എനിക്കറിയാം, ഞാനൊരു ടോപ്പിക് ചെയ്തിട്ട് അതിൻ്റെപോലെ കൊനിഷ്ടുകൾ വരും, കുറേ നെഗറ്റീവുകൾ വരും. ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ബാധ്യതയുള്ള വ്യക്തിയാണ്. അപ്പോൾ തിരിച്ച് വീണ്ടും വീഡിയോ ചെയ്യാൻ അതൊരു സാഹചര്യത്തിലല്ല. എന്നിരുന്നാലും ഞാൻ നിൽക്കുന്ന വഴികൾ ഇനി എനിക്ക് പലരും ചെയ്യോ എന്നുള്ള റിക്വസ്റ്റുകൾ വരുമ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചെയ്തതാണോ? ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നു. ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് താനെന്ന് കാണിച്ചേ എനിക്ക്. താൻ അങ്ങനെ വെറുതെ വന്ന് കമന്റ് ഇട്ട് വായി തോന്നുന്നു കോതയ്ക്ക് പട്ടുന്നോട്ട് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി പിടിപ്പിച്ച് പോകല്ലേ. താങ്കൾക്ക് പ്രീഷ്യസ് ടൈം ആണെങ്കിൽ എന്തോ ഒരു മെസ്സേജ്. എനിക്ക് എൻ്റെ സമയത്തിന് പിന്നെ യാതൊരു വിലയില്ലല്ലോ. ഞാൻ ചുമ്മാ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാനും കമന്റ് ഇടേടോ. ഈ 10 ദിവസം കൊണ്ട് കുടവയർ കുറയും, വണ്ണം കുറയ്ക്കും, നിങ്ങൾ ഈ ബാറ് കഴിക്കുക, ആ ഷേക്ക് കലക്കി കുടിക്കും, ഇന്നത് കലക്കി കുടിക്കുന്നു പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് ഫേമസ് ആവുന്ന ആളല്ലടോ ഞാൻ. ആണോ? അങ്ങനെ ഇരിക്കുന്ന ആളാണോ? എന്നാൽ പിന്നെ ബിസിനസ് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതെന്ന് പറയാനൊരു രസമുണ്ട്. ഇവിടെയുള്ള ഫിറ്റ്നസ് ട്രെയിനേഴ്സ്, ഈ ഓൺലൈൻ ഫിറ്റ്നസ് ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരുടെ പ്രൊമോഷൻസ് എടുത്ത് നോക്ക് താങ്കൾ. അവർ ഏത് രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഷെറിനെ ഏത് രീതിയിലാണ് പ്രൊമോട്ട് ചെയ്തേക്കുന്നത് എടുത്ത് നോക്കണോ താങ്കൾ? വെറുതെ ഓരോന്ന് പറഞ്ഞ് എനിക്ക് ഇത്രയും ഞാൻ പറയാൻ കാരണം ഞാൻ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം എൻ്റെ പ്രൊഫഷണൽ സർവീസ് ആക്കി കൊണ്ടുകൊണ്ട് ഞാൻ ചത്തു കുത്തിക്കടന്ന് ചെയ്യുന്നത് എനിക്കറിയാം. ഈ പ്രൊഫഷനോട്ട് വന്ന ഒരു നാൾ മുതൽ ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. സർവീസാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ ജീവിതമാർഗ്ഗമായി എനിക്കിതിൽ നിന്ന് ഞാൻ 100 രൂപയുടെ പണി ഞാൻ എടുക്കുമ്പോൾ 50 രൂപയെങ്കിലും എനിക്ക് കിട്ടണോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞാൻ 1000 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ 2000 രൂപയ്ക്കുള്ള പണി എടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളൂ. ഷെറിന് കുറ്റബോധമൊന്നുമില്ല. ഷെറിനത് പറയാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ് ഷെർ. മനസ്സിലായോ? അപ്പം കൃത്യമായിട്ട് താങ്കൾ ഈ 2 വീഡിയോയും കണ്ട് വിലയിരുത്തുക കേട്ടോ. അല്ലാണ്ട് ചുമ്മാ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കമന്റ് ഇട്ട് വരല്ലേ. താങ്കൾ ഈ പറഞ്ഞ താങ്കൾ അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും എക്സ്പീരിയൻസ് ആയ ഡോക്ടറിന് ഒരു വിലയും താങ്കൾ നൽകുന്നില്ല. എനിക്ക് പിന്നെ താങ്കൾ വില നൽകേണ്ട. എനിക്ക് താങ്കളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. മനസ്സിലായോ? പിന്നെ സർജറി ചെയ്യാൻ ഇഷ്ടമുള്ളവർ പോയി സർജറി ചെയ്യുക. കോംപ്ലിക്കേഷൻസ് വരുന്നവർ സഹിച്ചോളാം, മരുന്ന് വാങ്ങി കഴിച്ചോളാം. അതൊക്കെ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ പൈസയൊക്കെ. എനിക്കൊരു എത്തിക്സ് ഉണ്ട്, സമൂഹത്തിനോടൊരു നീതിബോധമുണ്ട്. ഞാൻ എൻ്റെ എത്തിക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ സമൂഹത്തിലുള്ള എൻ്റെ പ്രതിബദ്ധത കാണിക്കുന്നു. ആസ് എ ഹെൽത്ത് കോച്ച് ഇതുവരെ ഞാൻ എൻ്റെ എത്തിക്സ്, ഹെൽത്ത് കോച്ചിന് കുറച്ച് നിബന്ധനകളുണ്ട്, അത് വിട്ട് പെരുമാറാത്ത വ്യക്തിയെന്ന് ഇവിടെ കൈവച്ച് പറയാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ എന്താണ് പഠിക്കുന്നത്, അറിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീട് ഇനി വരുന്ന വീഡിയോകളിലൊക്കെ വ്യക്തമാക്കാം. താങ്കൾ ഇവിടെ ഇത് കാണണമല്ല. താങ്കൾ ഇത്രയും കമന്റ് ഇട്ട് എക്സ്പ്ലനേഷൻ ഇട്ട് വന്നേല. അപ്പോൾ താങ്കൾ അതൊക്കെ കാണണം കേട്ടോ.
ഞാൻ ബിസിനസ് പ്രൊമോഷന് വേണ്ടി ചെയ്യാണ്, എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, എനിക്കൊന്നും അറിയില്ല, അതേപോലെ തന്നെ ഞാൻ ആൾക്കാരെ വഴിതെറ്റിക്കുകയാണ്, ഞാൻ സമൂഹത്തിലേക്ക് തെറ്റായിട്ടുള്ള അറിവുകളാണ് പകർന്നു നൽകുന്നത്, പിന്നെ ഞാനാണ് ഓൺലൈൻ ഫിറ്റ്നസ് ട്രെയിനിങ്ങിലെ നമ്പർ 1 ലോകത്തിലെ ഫിറ്റ്നസ് ട്രെയിനർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം കാണാൻ താല്പര്യമുള്ളവർ കാണാം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ ആദ്യത്തെ വീഡിയോക്ക് ആകെ 800 വ്യൂസ് കിട്ടിയിട്ടുള്ളൂ. ആ 800 വ്യൂസിലാണ് ഈ ഒരു ഇത് വന്നിരുന്നെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം കണ്ടുപോയാൽ എന്തോരം ഇതുപോലെ സർജറി ചെയ്യുന്നവരെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാർ വന്നേനെ. ഇത്രയും പറയാൻ കാരണം, ഒരു ഹെർണിയുള്ള ഒരു വ്യക്തി ഒരു ഡോക്ടറെ കാണുമ്പോൾ സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി 2-3 ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുക്കുമ്പോൾ സർജറി വേണ്ട എന്ന് പറഞ്ഞ കേസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെന്താ മണ്ടന്മാരാണോ? ഈ സർജറി പറയുന്ന ഡോക്ടർമാർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ? ഈ സർജറി വേണ്ടാന്ന് പറയുന്ന ആൾക്കാരെന്താ തിരുമണ്ടന്മാരാണോ? താൻ ഈ പറയുന്നത് എന്നെ മാത്രമല്ലടോ, ഒരു മെഡിക്കൽ ആ ഒരു സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കുക. എനിക്ക് ഡോക്ടേഴ്സായിട്ട് വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ ഡോക്ടേഴ്സിന് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ സർജറി ചെയ്യാൻ സർജൻ പറയും സർജറി എന്തിനാ സർജറിന് ഇത്ര ഇങ്ങോട്ട് ബൂസ്റ്റപ്പ് ചെയ്യണേ? എല്ലാ കേസിലും എന്തിനു സർജറിയാണോ ഒരു സൊല്യൂഷൻ? സർജറിക്ക് എന്തൊരു സൈഡ് എഫക്റ്റുകളുണ്ട്. അത് ഹെർണിയ പോലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ ഹെർണിയ ഒരു ജീവിതശൈലി രോഗമാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലേ? അല്ല, ഒരു ഹെൽത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഞാൻ സ്ട്രോങ് ആയിട്ട് ഇതൊരു സാധാ മനുഷ്യനാണ്, ഞാൻ ഈ രീതി സംസാരിക്കില്ല.